ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും വ്യോമാക്രമണ ഭീതിയെ തുടർന്ന് ഇറാന്റെ അവസാനത്തെ പറക്കാവുന്ന C-130 ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനം പാകിസ്ഥാനിലേക്ക് ഇറാൻ കടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ ശേഷിക്കുന്ന സൈനിക വ്യോമസേനാ ശേഷി സംരക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വ്യോമസേന IRIAF അവരുടെ അവസാന രണ്ട് പ്രവർത്തനക്ഷമമായ C-130E C-130H ഹെർക്കുലീസ് ഗതാഗത വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നിലവിലുള്ള പ്രാദേശിക സംഘർഷത്തിന്റെ ഇസ്രായേലി അമേരിക്കൻ സേനകളുടെ തുടർന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഈ പഴകിയതും എന്നാൽ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വിമാനങ്ങളെ സംരക്ഷിക്കാൻ ഇറാനിയൻ കമാൻഡർമാർ പാടുപെടുന്നു എന്നുള്ളതാണ് ഈ നീക്കത്തെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ഒരു കാലത്ത് പ്രവർത്തനക്ഷമമായിരുന്ന ഗതാഗത കപ്പലിന്റെ ഗുരുതരമായ തകർച്ചയാണ് ഈ ഒഴിപ്പിക്കൽ എടുത്തു കാണിക്കുന്നത്. വിശദമായ ദൈനംദിന ഉപഗ്രഹ ചിത്രം വിശകലനം അനുസരിച്ച് യുദ്ധത്തിലുടനീളം IRIAF അതിന്റെ വായുയോഗ്യമായ ഗതാഗത സഹായ വിമാനങ്ങളിൽ വലിയ നഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തുടക്കത്തിൽ 31 പ്രവർത്തന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്നതിൽ 26 നിലത്ത് നശിപ്പിക്കപ്പെടുകയോ പറക്കാൻ കഴിയാത്ത വിധം മാറുകയോ ചെയ്തു. ഇത് സേനയ്ക്ക് തന്ത്രപരമായിട്ടുള്ള ചലനശേഷി വളരെ കുറവാണ് എന്ന് കാണിക്കുന്നു. 2 ഫോക്കർ F-27 വിമാനങ്ങൾ, 10 C-130EH ഹെർക്കുലീസ് വകഭേദങ്ങൾ, 2 ബോയിങ് 7472J9F മോഡലുകൾ, ഒരു ബോയിങ് 747-270C, ഒരു KC-749 ഏരിയൽ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം, ടാങ്കറുകൾ, 2 രഹസ്യാന്വേഷണ പ്ലാറ്റ്ഫോമുകൾ, 4 ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് എന്നിവ നശിച്ച വ്യോമയാന യോഗ്യമായ ആസ്തികളിൽ ഉൾപ്പെടുന്നു. ഈ പ്രവർത്തന നഷ്ടങ്ങൾക്ക് പുറമെ ഷിറാസിൽ സൂക്ഷിച്ചിരുന്ന പറക്കാൻ കഴിയാത്തതായിട്ടുള്ള എല്ലാ എയർ ഫ്രെയിമുകളും ആക്രമണത്തിൽ നശിച്ചു അല്ലെങ്കിൽ അമേരിക്ക നശിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ അവസാന വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് കടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.